ഇപ്പോൾ സജീദ് അന്ത്യാട്ട് വീണ്ടും നമ്മോട് ചെയ്യുന്നു. സജീദ് അന്ത്യാട്ട് നേരത്തെ പറഞ്ഞതിൽ തുടരാം. യെസ്, ഞാൻ ഡിസംബർ 8-ന് ദിലീപിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇത് സിനിമാ ലോകത്തുള്ള ഒരാളെന്ന നിലയിൽ ഇത് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, കോമൺ സെൻസിൽ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നമ്മൾ ഈ കേസിന്റെ ആദ്യ ധാരണ തീർന്നു കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രം നിശ്ചയിച്ച് ഈ പറഞ്ഞ ബാലേന്ദ്രകുമാർ എൻട്രി നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ബാലേന്ദ്രകുമാർ എൻട്രി ആയതെന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ പിടി. ആദ്യത്തെ വിചാരണയിൽ എന്താ തെളിവുകളൊന്നും ഇല്ലായിരുന്നോ എന്നൊരു സംശയം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. രണ്ടാം റൗണ്ടിൽ ബാലേന്ദ്രകുമാർ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല അതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. കാരണം കോടതിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ബാലിശമായ കുറെ വാദഗതികളാണ്. ദിലീപ് മക്കളും കുടുംബവും ഒക്കെ ഇരുന്ന് ഈ ദൃശ്യം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ സാമാന്യ വിഭവത്തിന് അതിനുള്ള വെല്ലുവിളിയല്ലേ. അപ്പൊ ഇത് എങ്ങനെയാണ് നീട്ടിക്കൊണ്ടു പോവുക ഈ പ്രോസസ്സിങ്? അപ്പൊ അതിനുള്ള ഒരു ശ്രമം നടത്തി. അതിന്റെ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, തെളിവുകളുടെ അപര്യാപ്തരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കേസിൽ വേഗം വിചാരണ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണോ ദിലീപ്? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ അവസാന ഘട്ടത്തിൽ CBI അന്വേഷണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും കോടതിയിൽ പോയത്? ഒരു പൗരന് തനിക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് മനസ്സിലായാൽ വിധി വരുന്നതിന് മുമ്പ് നീതി ലഭിക്കില്ലെന്ന് എങ്ങനെ ഉറപ്പായി? നമ്മൾ കണ്ടതല്ലേ, നമ്മൾ എത്രയോ വർഷം എത്രയോ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഒരാളെ നിരപരാധിയാണെങ്കിൽ കൂടി അദ്ദേഹത്തെ അപരാധിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ എന്തൊക്കെ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഒരു പൗരൻ ഒറ്റയ്ക്ക് തന്റെ നീതി തെളിയിക്കപ്പെടാൻ വേണ്ടി, തന്റെ നിരപരാധം തെളിയിക്കാൻ വേണ്ടി പോകുമ്പോൾ വൺ സൈഡഡ് ആയ ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ പിന്നെ CBI അന്വേഷണം അന്വേഷണം നേരത്തെ ആവശ്യപ്പെടാമല്ലോ, ഈ അവസാന ഘട്ടത്തിലാണ് ആവശ്യപ്പെടുക. CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാഹചര്യം എന്താണ്? സാഹചര്യം സൃഷ്ടിച്ച ആരാണ്? അതേക്കുറിച്ച് പറയൂ. അല്ലാതെ നമ്മൾ ദിലീപ് വെറുതെ ഇരുന്നപ്പോൾ നീതിപരമായ കാര്യങ്ങൾ അന്വേഷണവും കാര്യങ്ങളും വിചാരണ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ദിലീപ് അങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടുവോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ടത്? അതിനൊരു ചോദ്യത്തിന് ഉത്തരം പറയൂ. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് നീതി ലഭിക്കണമെങ്കിൽ CBI അന്വേഷണമാണ്, നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താ തെറ്റ്? പറ. ഇവിടെ വിചാരണ തീരുന്ന സമയത്ത് ഒരു നല്ല നാടകം കണ്ടല്ലോ, ബാലേന്ദ്രകുമാർ നല്ല ഡ്രാമ കണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം സാമാന്യ ബുദ്ധിയുള്ള മലയാളിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ആദ്യം വന്നപ്പോൾ ഞാനും ഓർമ്മയും എല്ലാം കാണുമായിരിക്കുന്നു. നമ്മളൊക്കെ ചർച്ചയിൽ ഇരുന്നവരല്ലേ, നിങ്ങളും ഉണ്ടായിരുന്നല്ലോ, ഗോപികൃഷ്ണൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഏത് ചർച്ചയിൽ എന്ത് മെറിറ്റാണ് അദ്ദേഹം പറഞ്ഞത്? ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് മെറിറ്റാണ് അദ്ദേഹം ഉന്നയിച്ചത്? ഒന്നുമില്ല. അപ്പോ ഇതൊരു പടപ്പെ തല്ലി പോവായിരുന്നു, ചുമ്മാ എറിയുകയാണ്, വീണുവാണോ മാങ്ങാ വീണോട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ദിലീപിന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയത്തൊന്ന് ദിലീപ് കയറി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹം മഴയത്ത് നിൽക്കില്ല. ഡിസംബർ 8 കഴിഞ്ഞാൽ ദിലീപ് കേരള സമൂഹത്തിന് മുമ്പിൽ മഴയത്ത് നിൽക്കില്ല. അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആത്മശുദ്ധി വരുത്തി ആ മനുഷ്യൻ മലയാള സിനിമയിലേക്ക് വീണ്ടും കടന്നു വരുമെന്നും ശക്തമായി കടന്നു വരുമെന്നും തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.